സെപ്റ്റംബർ 21 കറണ്ട് അഫയർ ആണ് നോക്കുന്നത്. ബോംബെ ഹൈക്കോർട്ട് സ്ട്രൈക്സ് ഡൗൺ സെന്റേഴ്സ് അമെൻഡ്മെന്റ് IT റൂൾസ് ഇതെന്ന് പറയുന്നത് ബോംബെ ഹൈക്കോടതിയുടെ ഒരു വിധിയാണ്. അപ്പൊ ഇതിനാസ്പദമായിട്ടുള്ള കേസ് എന്താണെന്ന് നമുക്ക് നോക്കാം. 2023 ഏപ്രിൽ 10 ബോംബെ ഹൈക്കോടതിയിൽ കുണാൽ കമ്ര പെറ്റീഷൻ ചെയ്ത ഒരു കേസിന്റെ വിധിയാണ് ഇപ്പൊ ബോംബെ ഹൈക്കോടതി വന്നിരിക്കുന്നത്. അപ്പൊ ഇത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂണിയൻ ഗവൺമെന്റ് IT ആക്ട് അമെൻഡ് ചെയ്തിട്ട് ഒരു ഫാക്ട് ചെക്ക് യൂണിറ്റ് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെന്റിനെതിരായിട്ട് മോശമായിട്ടും വരുന്ന സോഷ്യൽ മീഡിയ പോസ്റ്റിനെയൊക്കെ കണ്ടെത്തിയതിനു ശേഷം അതിനെ ഫ്ലാഗ് ചെയ്തിട്ട് ആരാണോ ആ കറസ്പോണ്ടിങ് ആള് അപ്പൊ ആ വ്യക്തിയെ അറിയിക്കുക. അപ്പൊ ആ വ്യക്തിക്ക് ഒന്നി ആ പോസ്റ്റ് കണ്ടിന്യൂ ചെയ്യാം, അല്ലെങ്കിൽ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാം. ഇൻ കേസ് ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തില്ല, കണ്ടിന്യൂ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്കെതിരായിട്ട് ലീഗൽ ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഈ ഫാക്ട് ചെക്ക് യൂണിറ്റ് വഴി IT ആക്ട് അമെൻഡ് ചെയ്തത് വഴി ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇതിനെതിരായിട്ടാണ് കുണാൽ കമ്ര പെറ്റീഷൻ ഫയൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ആ ഒരു വിധി ജാനുവരി 31 വന്നപ്പോൾ അതിന്റെ സൈഡിൽ അതിനകത്ത് 2 ജഡ്ജസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ അവര് രണ്ടുപേരും രണ്ടായിട്ട് മറുപടി പറഞ്ഞു. ഒരു ജഡ്ജ്, അതായത് ഗൗതം പട്ടേൽ പറഞ്ഞു അതിനെ സപ്പോർട്ട് ചെയ്യുകയും, എന്നാൽ നീല ഗോഖലെ അതിനെ എഗെയിൻസ്റ്റ് ആയിട്ട് നിൽക്കുകയും ചെയ്തു. അപ്പോഴത്തേക്ക് പിന്നെ 2 ഒപ്പീനിയൻ വന്നപ്പോഴത്തേക്ക് അതിനൊരു വിധി പറയാൻ പറ്റിയില്ല. അങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു ടൈ ബ്രേക്കർ ജഡ്ജായിട്ട് ജസ്റ്റിസ് അതുൽ ശരത് ചന്ദ്ര ചന്ദ്രൂകറിനെ അപ്പോയിന്റ് ചെയ്തു. അങ്ങനെ അദ്ദേഹം അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തിട്ട് അതിന്റെ വിധിയാണ് ഇന്നലെ വന്നിരിക്കുന്നത്. വിധി എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ്മെന്റ് അതിന്റെ ഫാക്ട് ചെക്ക് യൂണിറ്റ് ഫോൾസ് ആണ്, അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതാണ്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ 14 എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേ കണക്ക് തന്നെ ആർട്ടിക്കിൾ 19 1G ഇത് ഇത്രയും. ആർട്ടിക്കിൾ 14 എന്ന് പറഞ്ഞാൽ റൂൾ ഓഫ് ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ 19 എന്ന് പറയുന്നത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആണ്. ദെൻ ആർട്ടിക്കിൾ 19 1G എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആൻഡ് റൈറ്റ് ടു പ്രൊസഷൻ ആണ്. അപ്പൊ ഈ 3 ആർട്ടിക്കിളിനെയും വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇത് വരുന്നതെന്നാണ് ഈ കോടതി വിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫാക്ട് ചെക്ക് യൂണിറ്റും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊന്നും വേണ്ട എന്നൊരു തീരുമാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ വിധി കൊണ്ടുവന്നത് ആരാണ്? ബോംബെ ഹൈക്കോടതിയാണ്. ഓക്കെ, അപ്പൊ ഈ കേസ് എന്ന് പറഞ്ഞാൽ ഏതാണ്? കുണാൽ കമ്ര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു കേസാണ് നമുക്ക് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ സ്മാർട്ട് മെറ്റീരിയൽ എമംഗ് ഇന്നോവേറ്റീവ് പ്രോജക്ട്സ് mooted in PM സോളാർ സ്കീം. ഒരു യോജനയാണ് പ്രധാനമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. 2024 ഫെബ്രുവരിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു യോജനയാണിത്. ഇത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോളാർ സെൽസ് വീടുകളിലെ ഓഫീസുകളിലൊക്കെ സോളാർ സെൽസ് കൂടുതലായിട്ട് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അതങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴത്തേക്ക് ഒരു 60% സബ്സിഡി ഗവൺമെന്റ് കൊടുക്കും എന്നുള്ളൊരു യോജനയാണ് പ്രധാനമന്ത്രി സൂര്യ ഘർ മുഫ്ത് ബിജ്ലി യോജന എന്ന് പറയുന്നത്. 60% എന്ന് പറഞ്ഞാൽ 1 കിലോവാട്ട് ശേഷിയുള്ളതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിന് 30,000 രൂപ സബ്സിഡി കിട്ടും എന്നാണ് പറയുന്നത്. ഇൻ കേസ് 2 കിലോവാട്ട് ആകുമ്പോഴത്തേക്ക് അത് 6,000 റുപ്പീസോളം സബ്സിഡി ലഭിക്കും എന്നുള്ളതാണ് ഇതിന്. അപ്പോൾ ഈ ഒരു സ്കീമിലേക്ക് ഇപ്പോൾ ഒരു 500 crore ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്, സബ് കോമ്പോണൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ള ഒരു ന്യൂസ് ആണ് നമുക്ക് ഇപ്പോൾ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് അല്ലെങ്കിൽ IBCA ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂസ് ആണ്. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. ഇത് നമ്മുടെ 1973 പ്രോജക്ട് ടൈഗർ എല്ലാവർക്കും അറിയാം അല്ലെ. സോ അപ്പൊ ആ പ്രോജക്ട് ടൈഗറിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ വന്ന ഒരു പ്രോജക്റ്റ് അല്ലെ ഒരു ഓർഗനൈസേഷൻ ആണ്. എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാല് 7 ബിഗ് കാറ്റ്സ് ആയിട്ടുള്ള ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, പൂമ ആൻഡ് ജാഗർ ഇതിനെല്ലാം സേവ് ചെയ്യാനും അതേ കണക്ക് തന്നെ അവരെ നർച്ചർ ചെയ്ത് കൊണ്ടുവരാനും വേണ്ടി ഇന്ത്യ ലോഞ്ച് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ ഓൾറെഡി 3 നേഷൻസുകളുണ്ട്, നിക്കാരാഗ്വ, എസ്വാറ്റിന
ആൻഡ് സൊമാലിയ. ഓൾറെഡി 3 പേരുണ്ട്, ഇപ്പൊ ഇന്ത്യയും കൂടെ ആയി 4 പേരെ. ഇന്ത്യ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ഓർഗനൈസേഷൻ ആണ്. അപ്പൊ ഇതിന്റെ ഇനി ഹെഡ് ക്വാർട്ടേഴ്സ് ഇന്ത്യ ആണെന്ന് തന്നെയാണ്. അപ്പൊ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഇനി വരുത്തതേ ഉള്ളൂ. സോ അപ്പൊ അങ്ങനെ ഒരു ന്യൂസ് ആണ് വന്നിരിക്കുക. അപ്പൊ അതിന്റെ ഒരു അപ്രൂവൽ ഗവൺമെന്റിന്റെ കയ്യിൽ വന്നു എന്നുള്ളതാണ് ഈ ഒരു ന്യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ടാറ്റ സ്റ്റീൽ പ്ലാന്റിന്റെ ഒഡീഷയിലെ കലിംഗ നഗറിലുള്ള അവരുടെ പ്ലാന്റിന്റെ റിനോവേഷന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ലാർജസ്റ്റ് ബ്ലാസ്റ്റ് ഫർണസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് ആണ് വരുന്നത്. എവിടെയാണ് ഇന്ത്യയുടെ ഏറ്റവും ലാർജസ്റ്റ് ബ്ലാസ്റ്റ് ഫർണസ് വരുന്നത്? ഒഡീഷയിലെ കലിംഗ നഗറിലുള്ള ടാറ്റ സ്റ്റീൽ കമ്മീഷന്റെ പ്ലാന്റിലാണ്. ഓക്കെ. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് കോഫി എക്സ്പോർട്ടുമായിട്ട് റിലേറ്റ് ചെയ്ത ന്യൂസ് ആണ്. 2047 ആകുമ്പോഴത്തേക്ക് കോഫിയുടെ എക്സ്പോർട്ടിംഗ് വാല്യൂ എന്ന് പറയുന്നത് 60% ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റുമെന്നാണ് അതിന്റെ കോഫി ബോർഡിന്റെ CEO ആയിട്ടുള്ള KG ജഗദീഷ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഇപ്പോൾ 3.6 lakhs ആണ് ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യുന്നത് എക്സ്പെക്ട് ചെയ്യുന്ന പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിനെ എത്ര ലാക്ക് ആക്കും? 6 to 8 ലാക്കിലേക്ക് എത്തിക്കും എന്നാണ് ഓൾറെഡി അവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ന്യൂസ് സ്പോർട്സ് റിലേറ്റഡ് ന്യൂസ് ആണ്. ഇന്ത്യൻ ലിഫ്റ്റർ ആയിട്ടുള്ള ലോക്നാഥ് ധനുഷിന് 55 കിലോ വെയിറ്റ് കാറ്റഗറിയിൽ ബ്രോൺസ് മെഡൽ ലഭിച്ചിട്ടുണ്ട്. അത് IWF ജൂനിയർ വേൾഡ് വെയിറ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിലാണ് ലഭിച്ചത്. ഇന്ത്യയിൽ നിന്ന് 9 പാർട്ടിസിപ്പൻസ് ആണ് മൊത്തത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അതിൽ ലോക്നാഥൻ ധനുഷിന് ബ്രോൺസ് ലഭിച്ചു എന്നുള്ള ന്യൂസ് ആണ് വരുന്നത്. സോ ഇതോടെ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് അവസാനിച്ചു. അടുത്ത ദിവസം വേറെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ആയിട്ട് കാണുന്നവരെ ബൈ.